ഹലോ ഹോബി, നീ എന്താ ഇപ്പൊ വിളിച്ചേ? താനിപ്പോ ഏത് കുട്ടിക്കാട്ടിലാണെങ്കിലും വിത്തിൻ 1 hour ആ പാർക്കിൽ കാണണം. നമ്മൾ എന്നും കാണുന്ന പാർക്കിൽ. എനിക്ക് വേറൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മാത്രം മതി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വിത്തിൻ 1 hour. വന്നില്ലെങ്കിൽ എന്നെ അറിയാലോ നിങ്ങൾക്ക്. ഇതിപ്പോ എന്താ ഇവള് ഇങ്ങനെ പറയുന്നേ? ഇവള് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതിന് മാത്രം ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്? ഏതായാലും അവിടെ അടുത്തൊന്ന് പോയിട്ടെ, എന്താണോ ആകോ ഇന്ന് കണ്ടുപിടിച്ച പുതിയ പ്രശ്നം. അങ്ങനെ സുഖ അവിടെ ചെല്ലുന്നു. ഹോബി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഏടോ, ഞാൻ തന്നോട് എന്താ പറഞ്ഞു? 1 മണിക്കൂറിനുള്ളിൽ വരണമെന്നല്ലേ. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് 5 മിനിറ്റായി. തനിക്ക് എന്തോ ഒരു ടൈമിംഗ് ഇല്ലേ? ക്ലാസ്സിൽ ഞങ്ങളെങ്ങാനും താമസിച്ചാൽ താൻ എന്തൊക്കെയാണോ പറയുന്നത്? അപ്പൊ തനിക്ക് ഭയങ്കര പെർഫെക്ഷനും ടൈമിങ്ങും. ബാക്കിയുള്ളവർ ഒരു ടൈമിങ്ങിന് വരാൻ പറഞ്ഞാൽ തനിക്ക് ടൈമിങ് ഇല്ല. ആദ്യം പ്രൊഫസറിന് വേണം ടൈമിങ്, അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റുഡന്റിനെ ടൈമിങ് പഠിപ്പിക്കാനായിട്ട്. ഒരു കാര്യം പറയാനായിട്ട് അത്യാവശ്യത്തിന് വിളിച്ചാൽ വരരുത് കേട്ടോ. എന്റെ ഹോബി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ശരിയാണ്, ഞാനൊരു 5 മിനിറ്റ് വൈകി പോയി എന്നും വെച്ച് എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ നിന്റെ പ്രൊഫസർ എന്നുമ്പേ എനിക്ക് വേറൊരു സ്ഥാനം തന്നിട്ടില്ലേ? യു ആർ മൈ വൈഫ്. അതെങ്കിലും നീ ഓർക്കണം. ഈ എടോ പോടോ എന്നുള്ള വിളിയൊക്കെ എന്തിനാണ്? എന്താ ഇപ്പൊ പ്രശ്നം? ഇതുപോലൊക്കെ ദേഷ്യപ്പെടാൻ എന്താ ഇപ്പൊ ഉണ്ടായേ? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? ഒന്ന് പറഞ്ഞു തരുമോ നീ? വരുന്ന വഴി ട്രാഫിക് ജാം ആയിരുന്നു, കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ടുപോയി. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയത്. ഇപ്പൊ എനിക്ക് അതൊന്നും പറയാനായിട്ട് യാതൊരു സമയമില്ല. നിങ്ങൾ എന്നെ സാധാരണ കടലിന് വെള്ളയിലിട്ടിട്ടാണ് പോയത്. നിങ്ങൾക്കറിയോ? അതിന് ഞാൻ എന്താ ചെയ്തത്? ഏട്ടൻ പറഞ്ഞോടെ ഞാൻ കുട്ടിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ഒരു വിധത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടൊന്നും അവളെ വിശ്വസിച്ചിട്ടില്ല. ഇത്രയെങ്കിലും വിശ്വസിച്ചത് എന്തോ ഭാഗ്യം. പിന്നെ അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് വിശ്വസിക്കത്തില്ല. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവളാണ് എന്നോട് ഇത് വന്ന് പറയുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കത്തില്ല. അതേ അവസ്ഥ തന്നെയാണ് അവൾക്കും. എനിക്കവളെ നന്നോണം അറിയാം. പിന്നെ ഇത് കേട്ടപ്പോ എനിക്ക് സത്യം തോന്നി. പിന്നെ സാറിന് നമുക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് അവളോട് സംസാരിച്ചത്. കണ്ണുകൊണ്ട് കണ്ട കാര്യം സത്യമല്ല എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ ഇച്ചിരി പാടാ. എന്നാലും അവൾ ഏകദേശമൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. പിന്നെ അവൾ ഇത്രയെങ്കിലും വിശ്വസിക്കാൻ കാരണം ആ പെണ്ണായതുകൊണ്ട്. അവളെ എനിക്ക് അവൾക്കൊക്കെ നന്നോണം അറിയാം. ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? സാർ അവളെ വന്ന് വിളിക്കണം, അത്രേ ഉള്ളൂ. ഞാനോ? ഞാൻ എന്തിനാ അവളെ വിളിക്കുന്നത്? അവളെ വിളിക്കുന്ന അവളുടെ കെട്ടിയില്ലേ? പിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഈ സാറിന്റെ കാര്യമാണ്. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞ് എല്ലാം സെറ്റാക്കിക്കോളാം. രക്ഷപ്പെട്ടു. അങ്ങനെ ഇതും സെറ്റായി. ഇനി അവര് ഒന്നിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ സുഖ വീയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. നീ നമ്മുടെ കുട്ടീനെ വിളിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയം നമ്മുടെ വീടിന്റെ അച്ഛനമ്മ, മോനെ ഇപ്പം നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. ഇനിയെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാതെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം. സത്യം പറഞ്ഞ നിന്റെ ഇഷ്ടത്തിന് അന്ന് ഞങ്ങളിത് നടത്തി തന്നു. നിന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ മോളുടെ അഭിപ്രായം ഞങ്ങളോടൊന്ന് ചോദിക്കേണ്ടായിരുന്നു. ഞങ്ങളുടെ തെറ്റ് അല്ല, കാരണം അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ആറമ്മേട്ടൻ. അപ്പം ആറമ്മേട്ടനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നിരസിക്കില്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അങ്ങനെ ആറമ്മേട്ടൻ സമ്മതിച്ചു പോയതാണ്. പക്ഷെ മോളുടെ അഭിപ്രായം അവരെ ചോദിച്ചു കാണില്ല. ഇനി ചോദിച്ചാൽ തന്നെ അവളെ സമ്മതിക്കില്ല എന്ന് അവർക്കറിയായിരുന്നു. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ നീ അവളെക്കാൾ എത്ര വയസ്സിന് മൂത്തതാണ്? നീ ഒന്നുമില്ലെങ്കിലും ഒരു പ്രൊഫസറത്തെ അവളെ പഠിപ്പിക്കുന്നേ. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് നമ്മൾ നോക്കിക്കാണും. അതുപോലെ തന്നെയല്ലേ ഫാമിലി ലൈഫും. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നീ അതൊക്കെ ക്ഷമിക്കണം. കാരണം അവൾ നിനക്ക് നല്ലതാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ. അപ്പം അവൾക്ക് അതിൻ്റെതായ കുട്ടിത്തരങ്ങളും കാര്യങ്ങളും എൻജോയ് ലൈഫും ഒക്കെ അവൾക്ക് ആവശ്യമാണ്. അതൊക്കെ കോളേജ് ലൈഫിൽ വേണം. ഇല്ലാതെ എന്ത് കോളേജ് ലൈഫ്? അപ്പം നീയാണ് അതൊക്കെ ക്ഷമിക്കേണ്ടത് കേട്ടോ.